കുറെ ആൾക്കാർ ഈ ലേസ് കഴിക്കില്ലേ? എനിക്ക് കൂടുതൽ ഇഷ്ടം ബിങ്കോ ആണ്. ബിങ്കോ പച്ച ലേസ് അല്ല? പച്ച ലേസ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കൂടുതലും കഴിക്കാറുള്ളത് ബിങ്കോ ആണ്. കുറെ ആൾക്കാർ പച്ച ലേസ് ഫാനാണ്. പച്ച ലേസ് ഫാൻസ് ഉണ്ടെങ്കിൽ ഇഷ്ടം കമന്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള പച്ച ലേസ് ഫാൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ അവരെ ടാഗ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ പറഞ്ഞിരുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് കടയിലൊക്കെ പോയിട്ട് ലേസ് വാങ്ങുമല്ലോ, 5 റുപ്യൻ്റെ ഉണ്ടാവും, 10 റുപ്യൻ്റെ ഉണ്ടാവും, അതുപോലെ തന്നെ 30 ഉണ്ട്, 50 ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്. പക്ഷെ ഈ പൈസനേക്കാൾ കൂടുതൽ ഒരു സാധനം അതിലുണ്ടാവും. അതെന്താണ്? ഈ ലേസിന് ട്രോളിന് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. 5 രൂപയുടെ ലേസ് വാങ്ങിക്കഴിഞ്ഞാൽ 50 രൂപയുടെ എയർ ഉണ്ടാവും. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ ഒരു പ്രശ്നമാണ്. സോഹിബ, നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയം? പറഞ്ഞത് എന്താ വെച്ചാല്, ഈ ലേസിലൊക്കെ ഫില്ല് ചെയ്യുന്ന എയർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വെറും എയർ അല്ല, അതായത് ഈ ഓക്സിജൻ ഒന്നാണ് എന്നാരും വിചാരിക്കരുത്. അതിന് പിന്നിൽ കുറെ കാരണങ്ങളുണ്ട്. റീസൺസ് ഉണ്ട്. ഈ ഒരു പാക്കറ്റിന്റെ ഉള്ളിൽ നമ്മളെല്ലാവരും വളരെ നെഗറ്റീവ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ലേസിന്റെ പാക്കറ്റിനുള്ളിൽ ഒരുപാട് എയർ ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഒരു എയർ ഫില്ല് ചെയ്യുന്നതിന് കുറെ റീസൺസ് ഉണ്ട്. ഒരു റീസൺ ഞാൻ പറഞ്ഞത്, അതായത് നമ്മളൊരു ഷോപ്പിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ചേട്ടനോട് പറയാം, ചേട്ടാ ഒരു ലേസ് വേണം. നമ്മൾ ആരെങ്കിലും എയർ ഇല്ലാത്ത ലേസ് എടുക്കുമോ? ആ ചേട്ടന് എയർ പോയ ഒരു ലേസാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ പറയും, ചേട്ടാ ഇത് വേണ്ട, ഇതൊന്നും മാറ്റി തരണം. കാരണം നമ്മുടെ മൈൻഡിൽ ഓൾറെഡി എന്തായി, യൂസ്ഡ് ആയി കഴിഞ്ഞു. ലേസ് പാക്കറ്റ് എപ്പോഴും എയർ എന്നാലും നമ്മൾ കുറ്റം പറയും. പക്ഷെ സ്റ്റിൽ നമുക്ക് വേണ്ടത് എന്താ, എയർ നിറച്ച ഒരു പാക്കറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ടാമത്തത്, നമ്മൾ വാങ്ങുന്ന ഈ ഒരു ലേസ് പാക്കറ്റ്, ലേസ് എന്നല്ല പാക്കറ്റ് പ്രൊഡക്ട്സ് എന്താണെന്നുണ്ടെങ്കിലും അതിനുള്ളിൽ ഫില്ല് ചെയ്തത് ഓക്സിജൻ അല്ല, പകരം നൈട്രജൻ ആണ്. ഓക്സിജൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിൽ അത് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്സിജൻ ഫില്ല് ചെയ്യുന്ന സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ലേസിന്റെ പാക്കറ്റ് വാങ്ങി, അതിൽ എയർ ഉള്ളത് കൊണ്ടാണ് അത് പൊടിഞ്ഞു പോകാതെ നിൽക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഫുഡ് പ്രോഡക്ട്സ് എപ്പോഴും നമുക്ക് ഫ്രഷ്നെസ്സോടെ കഴിക്കാനും ആഗ്രഹം, ചൂട് പോയ ഭക്ഷണം കഴിക്കാൻ പലർക്കും ആഗ്രഹം ഉണ്ടാവില്ല, പൊടിഞ്ഞു പോയ ഭക്ഷണം കഴിക്കാൻ ആർക്കും. അത് വീണ്ടും നമ്മൾ പൊടിക്കുന്നില്ല. ഇപ്പൊ പപ്പടം നമ്മൾ പൊടിച്ചിട്ടാ കഴിക്കുക, പക്ഷെ ആരെങ്കിലും നമുക്ക് പൊട്ടിയ പപ്പടത്തിൽ പൊടി കൊണ്ട് തന്നെ നമ്മൾ ആര് വേണ്ടാന്നേ പറയുള്ളൂ. പക്ഷെ നമുക്ക് അറിയാം ഇത് നമ്മൾ പൊടിക്കും. അതുപോലെ തന്നെ ലേസിന്റെ പാക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഫുഡ് പ്രോഡക്ട്സിന്റെ പാക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രൊഡക്റ്റ് പൊട്ടിപ്പോകാതിരിക്കാനാണ് അതിൽ എയർ ഫില്ല് ചെയ്യുന്നത്. ആ എയർ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്തോ ആയിക്കോട്ടെ, എന്ത് തരം ഫുഡ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അത് പൊട്ടിപ്പോകും അല്ലെങ്കിൽ കേടുവരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.